ഏറ്റവും വലിയ പരിശുദ്ധിയുടെ മനുഷ്യമാവുകയാണ് പരിശുദ്ധാത്മ. ഇന്ന് തിരുനാൾ ആഘോഷിക്കുമ്പോ വലവൂരിന്റെ എവിടെയെല്ലാം സ്ഥലങ്ങളിൽ പരിശുദ്ധാമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്നു, അവിടെയെല്ലാം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 48-ാം തിരുവചനം ആ പ്രദേശങ്ങളിലെ ആകാശങ്ങളിലെല്ലാം മാറ്റവിയായി മുഴങ്ങി നിൽക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഇതാ ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. തലമുറകളായിട്ട് പരിശുദ്ധ അമ്മയെ ഭാഗ്യവതി എന്ന് ഈ ലോകം പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എണ്ണിയാൽ ഒടുങ്ങാത്ത രീതിയിലാണ്. കടൽത്തീരത്തിലെ മണൽത്തരികൾ പോലെ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രാവശ്യമാണ് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഈ ഭൂമിയിൽ നിന്ന് ആകാശങ്ങളിലേക്ക് ഉയർന്നിട്ടുള്ളത്. അത്രമാത്രം ഒരു മധ്യസ്ഥ പ്രാർത്ഥന ഒരു ജാതിയിലോ ഒരു മതത്തിലോ ഈ ലോകത്തിലെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങളിലോ ഉണ്ടായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീയോളം പരിശുദ്ധ അമ്മയോളം മഹത്വപൂർണമായ ഒരു സ്ത്രീയെ ഈ ലോകം ഇന്നുവരെ കണ്ടിട്ടില്ല, ലോകാവസാനം വരെ കാണുകയും. അതുകൊണ്ടാണ് നമ്മുടെ അയൽപ്പക്കക്കാരി ലളിതാംബിക അന്തർജനം എന്ന ഹൈന്ദവ സ്ത്രീ വിശ്വമായ തന്റെ നോവലിൽ അഗ്നിസാക്ഷി എന്ന് പറയുന്ന അഗ്നി കൊണ്ട് എഴുതപ്പെട്ട നോവലിൽ, അക്ഷരങ്ങളെ അഗ്നിയാക്കി എഴുതിയ നോവലിൽ ഇങ്ങനെ പറയുന്നത്. അവിടെ ഒരു സന്ദർഭമുണ്ട്. ലളിതാംബിക അന്തർജനത്തിന് 10 വയസ്സാകുന്ന സമയത്ത് ഏട്ടനോടൊപ്പം ഒരു നദിയിലൂടെ വഞ്ചിയിൽ സഞ്ചരിക്കുകയാണ്. അങ്ങനെ വഞ്ചിയിൽ സഞ്ചരിക്കുമ്പോ അകലെ നിന്ന് എവിടെ നിന്നോ പള്ളിമണികളുടെ സ്വരം ഈ കുഞ്ഞിന്റെ കാതുകളിലേക്ക് എത്തുകയാണ്. അപ്പോൾ അവള് ഈ നമ്പൂരിമാരുടെ ഭാഷയിൽ, അന്തർജനത്തിന്റെ ഭാഷയിൽ അവളെ ഏട്ടനോട് പറയുന്നു, ഏട്ടാ ഒപ്പേ എവിടെ നിന്നോ അമ്പലമണികള് എന്റെ ചെവിയിലേക്ക് വരുന്നു, നമുക്ക് ആ അമ്പലത്തിൽ കയറണം, അവിടെ തൊഴണം. അപ്പോൾ ഏട്ടനവളോട് പറഞ്ഞു, മോളെ അത് അമ്പലമല്ല, അത് നസ്രാണികളുടെ പള്ളിയാണ്. അപ്പോൾ അവർ പറയുന്നു, ഏട്ടാ എന്തോ ഒരു അഭൗതികമായിട്ടുള്ള, എന്തോ ഒരു തരത്തിലുള്ള ഒരു പ്രകാശം, എന്തോ ഒരു വലിയ തരത്തിലുള്ള ഒരു തീഷ്ണത എന്നെ വലയം ചെയ്യുന്നു, എനിക്ക് അവിടെ കയറണം. വഞ്ചി കരയ്ക്കടുപ്പിച്ചിട്ട് ഈ ലളിതാംബിക അന്തർജനം 10 വയസ്സുള്ള ഈ പെൺകുട്ടിയെയുമായിട്ട് അവരുടെ ഏട്ടൻ പള്ളിയുടെ നട കയറി വരുമ്പോൾ അവനെ ക്രൂശിതനായ മിശിഹായുടെ രൂപം, അതിന്റെ തൊട്ടടുത്ത് യേശുവിനെ കൈകളിലേന്തിയ പരിശുദ്ധ അമ്മയുടെ രൂപം മെഴുതികൾ ജ്വലിച്ചു നിൽക്കുന്നു. നന്മ നിറഞ്ഞോരമ്മേ എന്നുള്ള ഗാനം, പ്രാർത്ഥന ആ ദേവാലയ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഈ കൊച്ചു പെൺകുട്ടി ഏട്ടനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഏട്ടാ ഈ അമ്മ ആരാണ്? ഇത് ശ്രീകൃഷ്ണന്റെ അമ്മയാണോ? ശ്രീരാമന്റെ അമ്മയാണോ? അപ്പോൾ ഏട്ടൻ പറയുന്നു, മോളെ എന്തോ ഒരു അപാരമായിട്ടുള്ള ഒരു വികാരവായ്പിൽ അലിഞ്ഞു നിന്നിട്ട് ആ ഏട്ടൻ പറയുകയാണ്, മോളെ ഇത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭാഗ്യം ചെയ്ത സ്ത്രീയാണ്. ലോകത്തിന് മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടി തന്റെ തിരുക്കുമാരനെ നൽകാൻ മനസ്സായ ഒരു ഭാഗ്യമുള്ള സ്ത്രീ. ഈ സ്ത്രീയോളം ഭാഗ്യം ചെയ്ത ഒരു സ്ത്രീയെ ഈ ലോകം കണ്ടിട്ടില്ല. നോക്കുക, ഹൈന്ദവയായ നമ്പൂതിരി വംശജയായ ഒരു സ്ത്രീയുടെ അഗ്നിസമാനായ സാക്ഷ്യമാണ് പരിശുദ്ധ അമ്മയെ കുറിച്ച് വയലാർ അവാർഡ് ഉൾപ്പെടെ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ, കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ 16ഓളം ബഹുമതികൾ നേടിയ മഹത്തായി ഈ സാഹിത്യ സൃഷ്ടിയുടെ നടുവിൽ 17-ാം അധ്യായത്തിൽ ആ മുഴുവൻ നോവലിന്റെ ഇതിവൃത്തമായി വരച്ചു കാട്ടുന്ന അമ്മയുടെ രൂപകം പരിശുദ്ധ അമ്മയാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെട്ട മനുഷ്യർ മനസ്സിലെത്തിയ മഹത്തായ സ്ത്രീബിംബമാണ് പരിശുദ്ധ അമ്മ. Subscribe now and press the bell icon. Never miss an update.